പാസ്ത തയ്യാറാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വെള്ളം എടുക്കുകയാണ്. ഗ്യാസ് കത്തിച്ച് ഞാൻ ആ വെള്ളം അടുപ്പത്തോട്ട് വെച്ചു. അതിനോടൊപ്പം തന്നെ ഞാൻ മാക്രോണി പാസ്തയ്ക്കുള്ള സാധനം ഞാൻ അങ്ങോട്ട് ഇടുകയാണ്. ഇതിന് പല വെറൈറ്റി ഉണ്ടാവും കേട്ടോ. മാക്രോണി അതാ കണ്ടോ. ഇതിന് കുറച്ച് ഉപ്പും കൂടെ കിടക്കട്ടെ. ഉപ്പ് പിടിക്കട്ടെ. കുറച്ച് ഉപ്പ് കൂടെ ഇട്ടു. ഇനി അത് തിളയ്ക്കണം. പക്ഷേങ്കിൽ ഒരു കാര്യമുണ്ട്, നമ്മൾ കൈ വിടാണ്ട് ഇത് നമ്മൾ ഇളക്കണം, ഇല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും. ഇതുണ്ടോ, ഇത് ഇളക്കാൻ വേണ്ടി കൊടുത്തേക്കാണ്. ഇനി നമുക്ക് എന്താക്കാം, ചിക്കൻ ഇതിനോടൊപ്പം തന്നെ ഫ്രൈ ചെയ്യാൻ വയ്ക്കാം. ഞാൻ ചിക്കൻ എന്താക്കി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ തേച്ച് ഉപയോഗിച്ച് വെച്ചേക്കുക. എന്നിട്ട് ഇരുമ്പിൻ്റെ പാൻ അങ്ങോട്ട് വെച്ചു. ഇനി ഇത് ചൂടാവട്ടെ, നമുക്ക് ഫ്രൈ ചെയ്യാൻ വയ്ക്കാം. ഇത് ചൂടായി എണ്ണ ഒഴിച്ചിട്ട് വേണം. ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കും, എന്നിട്ട് അതിലേക്ക് ഇത് ഫ്രൈ ചെയ്യും. ഇട്ട് കാണിച്ചു തരാം. ഇതിനടുത്ത് കുറേ കൊല്ലമായതാട്ടോ. ഞാനിതിൽ മീൻ പൊരിക്കൽ ഇങ്ങനത്തേക്ക് എടുക്കുന്ന ഇതിനകത്ത് നമ്മൾ മീൻ പൊരിക്കുന്നത്. പിന്നെ അപ്പമല്ല, ദോശ, അത് ഞാൻ വേറൊരു ദിവസം പറഞ്ഞു തരാം. അത് ഇതിൽ ചുടാറുണ്ട്. മീൻ പൊരിക്കുന്ന വേറെ പാത്രമുണ്ട്, ദോശ ചുടുന്ന വേറെ പാത്രമുണ്ട്. കഴിവതും നോൺ സ്റ്റിക്ക് ഉപയോഗിക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക. നോൺ സ്റ്റിക്ക് ഉള്ളതെല്ലാം ഡാമേജായി. പിന്നെ നോൺ സ്റ്റിക്ക് ആകെ ഉപയോഗിക്കുന്ന ഒരു അപ്പത്തിൻ്റെ ചട്ടി, അതും ഒരു 5-6 കൊല്ലമായത്. അതാണ് നോൺ സ്റ്റിക്കായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇരുമ്പിൻ്റെ കുഞ്ഞു ചട്ടി ഉണ്ടായിരുന്നു. ഞാനതൊരാൾക്ക് ഗിഫ്റ്റ് കൊടുത്തു. ഇതിലൂടെ വീട്ടിൽ അറിയുന്നതായിരിക്കും അത്. ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് ഞാൻ ക്യാരറ്റ് കണ്ടോ, ക്യാരറ്റ് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്യുക. ഒരു പച്ചമുളകിൻ്റെ 4-5 പീസ്. ഡാർക്കും എരിവ് ഇഷ്ടമില്ല, എനിക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ. അപ്പോൾ എല്ലാവരെയും അനുമാനിക്കണമല്ലോ, അല്ല എല്ലാവരെയും നമ്മൾ പിന്നെ അവരെ കൂടെ നമ്മൾ മുൻഗണനയിൽ പെടുത്തണമല്ലോ. ഓക്കെ, പരിഗണിക്കണം. ഓക്കെ, ഇതാ 2 പാലും ഉണ്ട്, അതും ഇതിലേക്ക് ആവശ്യമുള്ളത് കൊണ്ട് വെച്ചേക്കുന്നതാണ്. അപ്പോൾ പാസ്ത വെന്തു. ഈ വെള്ളം എന്താക്കും, നമ്മളങ്ങ് കളയും. എപ്പോഴും എനിക്ക് പിടികിട്ടാത്തൊരു ക്വസ്റ്റ്യനാണ്, എന്തിനാണ് ഈ വെള്ളം കളയുന്നത്? എന്തായാലും ആ വെള്ളം കളഞ്ഞല്ലേ പറ്റുള്ളൂ. അപ്പോൾ വെള്ളം കളഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ പണി തുടങ്ങാൻ പോകുന്നത്. ഒരു പാൻ അടുപ്പത്തോട്ട് വെച്ചു. ചിക്കൻ അവിടെ ഓൾമോസ്റ്റ് ആയി, വെന്തു. ബട്ടർ നോക്കിയിട്ട് കാണുന്നില്ല, അതുകൊണ്ട് ഞാൻ ഗീ എടുത്തു. ബട്ടറാണ് ഇതിന് സ്യൂട്ട് കേട്ടോ. ഇത്ര ബട്ടർ ഇട്ടു. ഇനി അതിലേക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന ഈ വെളുത്തുള്ളി ഇടുക. ഇതിനിടയ്ക്ക് നമ്മൾ എന്താക്കണം, അരിഞ്ഞ് വെച്ചേക്കുന്ന ക്യാരറ്റില്ലേ, അത് ഇതിലൂടെ ഇട്ടൊന്ന് വേവിക്കണം. ഇനി എടുത്തൊന്ന് വറുത്ത് കൊടുത്താൽ മതി. ചെറുതായിട്ട് അരിഞ്ഞുകൊണ്ട് വേഗം വെന്ത് കിട്ടും. അപ്പോൾ വെളുത്തുള്ളി കണ്ടോ, ഈ ഒരു കളറാകുമ്പോൾ നമ്മൾ പിന്നെ ഇനി ഇടേണ്ടത് ചെറിയ സ്പൂണിന് മൈദപ്പൊടി ഇല്ലേ, മൈദപ്പൊടി ഇങ്ങനെ ഇടും. കുറച്ചിട്ടായിട്ടാ എന്നുവെച്ചാൽ ഈ ഫ്ലേവറിന് ഇച്ചിരി കട്ടി വരാൻ വേണ്ടിയിട്ടാണ്. ഫ്ലേവറിനല്ല, പാസ്തയ്ക്ക് കട്ടി വരാൻ വേണ്ടിയിട്ട്. മിസ്റ്റേക്ക്, സോറി, ക്ഷമിക്കണം. അപ്പോൾ നമ്മളെന്താക്കണം, ഈ പൊട്ടിച്ച് വെച്ച പാക്കറ്റ് 500 ml പാക്കറ്റ് അങ്ങോട്ട് ഒഴിക്കുകയാണ്. അത് പോരാ കേട്ടോ, കൂടുതൽ വേണ്ടി വരും. കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ മൈദ അലിയില്ല. മൈദ അലിഞ്ഞ് വരണ്ട ഇതിൽ. അതുകൊണ്ട് കുറച്ച് പാൽ ഒഴിച്ച് മൈദ കലക്കി കൊടുക്കണം. മൈദ ആ കളർ വരണം കേട്ടോ, എന്നിട്ട് വേണം പാൽ ഒഴിക്കാൻ. ഇതെന്താക്കണം, ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം. ഇതൊന്ന് കുറുകി വരുമ്പോഴാണ് ഇനി പാസ്ത ഇടേണ്ടത്. ഒന്ന് കുറുകി വന്നോട്ടെ. കുറുകാന്ന് വെച്ചാൽ വലിയ കുറുകനെ വേണ്ട, ഒരു ചെറിയൊരു കുറുകൽ മതി. ഇതിലേക്ക് പാസ്ത ഇട്ടു. അതിന് പുറമെ ചിക്കനും ക്യാരറ്റും ഒക്കെ ഇല്ലേ, അതിട്ടു. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട സാധനം കാണിച്ചു തരാം. ഒറിഗാനോ പ്രൊനൗൺസിയേഷൻ കറക്റ്റാണോ എന്നറിയില്ല. എന്തായാലും
ഇത് ആഡ് ചെയ്യണം. ഇത് കൂടുതലിട്ടെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റി തന്നെയാണ് കേട്ടോ. ഞാനൊരു അത്യാവശ്യം കൂടുതലിടുന്നുണ്ട്. ഇനി ഇത് ഇളക്കി കൊടുക്കുക. ഇനി തീ ഓഫായിക്കോട്ടെ. നിങ്ങൾ വിചാരിക്കും ഇതിപ്പോൾ കട്ട പിടിച്ചിരിക്കുകയല്ലേ എന്ന്. പായസം പോലെ ഇരിക്കണം. അപ്പോൾ എന്താക്കും, കുടിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് പാലൊഴിച്ചിട്ട് വീണ്ടും ചൂടാക്കും. ഇനി ഇതിൽ കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്യും. തീ ഓഫാക്കിയല്ലോ. ഇനി ഇതിൽ ഉപ്പ് ആഡ് ചെയ്ത് വയ്ക്കും. കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതാണ് വൈറ്റ് പാസ്ത എന്ന് പറയും ഇതിന്. അപ്പോൾ കുടിക്കുന്ന സമയത്ത് ഇത് കഴിക്കാൻ പോകുന്ന സമയത്ത് മറ്റേ കവർ പാല് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, ആ പാല് കൂടെ ആഡ് ചെയ്തിട്ട് കഴിക്കും. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് രാവിലെയാണ്. അപ്പോൾ ഈ സമയത്ത് പാലും ഇനിയിപ്പോൾ കഴിക്കില്ല. അപ്പോൾ കഴിക്കാൻ വരുമ്പോൾ അത് കഴിച്ചോളും. അത് പാലൊഴിച്ചിട്ട് ചൂടാക്കി കഴിച്ചോളും. അപ്പോൾ വൈറ്റ് പാസ്ത റെഡി. സൂപ്പർ. വേണം കഴിച്ചിട്ട് പറയണം കേട്ടോ.